സഹാബാക്കളൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് സൂറത്തുൽ ഖദർ ഇറങ്ങുന്നത്. ഏതൊന്നിനായി അവർ വിഷമിച്ചോ അതിന് മറുപടിയായിട്ട് ഇറങ്ങിയ അള്ളാഹുവിൻ്റെ സ്നേഹ സമ്മാനം. നബിതങ്ങളും സഹാബാക്കളും പള്ളിയിൽ ഒത്തുകൂടിയാൽ തങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതത്തോടെ കേട്ടിരിക്കും. 1000 മാസം പകൽ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും രാത്രി മുഴുവൻ ആരാധനയിലുമായി കഴിഞ്ഞ ബനു ഇസ്രായേലിയറിൽപ്പെട്ട ഷമഈൽ എന്ന ഒരാളുടെ ചരിത്രം നബിതങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബാക്കൾ ഒന്നടങ്കം സങ്കടപ്പെടുകയാണ്. പൂർവ്വ സമുദായങ്ങൾക്കെല്ലാം ദീർഘായുസ്സുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് കാലം ഇബാദത്തെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ചിലർ നബിയോട് സങ്കടം പറഞ്ഞു. അവരൊക്കെ ദീർഘായുസ്സും അതോടൊപ്പം ആരാധനാകർമ്മങ്ങളുമായി നാളെ പരലോകത്ത് വരുമ്പോൾ ആയുസ്സും ഇബാദത്തുകളും ഒക്കെ കുറഞ്ഞ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നബിയെ? സഹാബാക്കൾ ആകെ സങ്കടത്തിലാണ്ട് നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സ്നേഹ സന്ദേശവുമായി ഇറങ്ങി വന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു രാത്രിയുണ്ട്. അത് ആ മനുഷ്യൻ്റെ 1000 മാസങ്ങളെക്കാൾ മൂല്യമുള്ളതാണ്. ഓരോ വർഷവും ഒരിക്കൽ മാത്രം ലഭ്യമായ ഒരവസരം. റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങളത് പ്രതീക്ഷിച്ചു കൊള്ളുക. ഒരു ആയുഷ്കാലത്തെ പുണ്യം വെറും ഒരു രാത്രി കൊണ്ട് സ്വന്തമാക്കാം. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.